Good morning friends. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് till 2024 നമ്മൾ 21 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് തൊട്ടാണ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡേ 1 ആണ് ഇന്ന്. ഡേ 1 ക്ലാസ് 1 ആണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നോക്കേണ്ടത് ഏതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ആരും ടെൻഷൻ ആവേണ്ട. നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ അറിഞ്ഞിട്ട് ടെൻഷൻ ഒന്നും ആവേണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അപ്ലോഡ് ഒക്കെ ചെയ്ത് ഒരു കഫേയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, സ്കാനൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അക്ഷയ സെന്ററിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കുക. അതാണ് പറയാനുള്ളത്. പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കുമ്പോൾ നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് വറിയായിട്ടിരുന്ന് നമ്മൾ അങ്ങനെ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്. നമ്മൾ കൂളായിട്ട് ഉള്ള സമയത്ത് നമ്മുടെ മാക്സിമം കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം 1 by 1 ആയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇംഗ്ലീഷിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കേണ്ടത് ഒന്ന് റീഡിങ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. അതായത് റീഡിങ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓരോ പാസേജസ് വരും. ആ പാസേജസിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് അതിന് ഉത്തരങ്ങൾ എഴുതാൻ. അപ്പൊ അതിൽ തന്നെ അതിന്റെ ഉത്തരങ്ങൾ ഉണ്ടാവും. അതായത് ആ പാസേജിനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 3-4 ചോദിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഉത്തരങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, പാസേജ് വായിക്കുന്ന സമയത്ത്, ആ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് ഇത് എന്തിനെ സംബന്ധിച്ചുള്ള പാസേജ് ആണ്, അത് 1 by 1 ആയിട്ട് ക്ലിയർ ആയിട്ട് വായിക്കുക. അതായത് ആദ്യത്തെ 2 സെന്റൻസ് വായിച്ചിട്ട് പിന്നെ ഉത്തരം എഴുതാനായിട്ട് പോകരുത്. അതിൽ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് ആ പാസേജ് ഫുള്ളായിട്ട് വായിക്കുക. അതിന്റെ എവിടെയെങ്കിലും ആൻസേഴ്സ് കിടപ്പുണ്ടാകും. അപ്പൊ പാസേജ് ഫുള്ളായിട്ട് നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെയും അവസാനത്തിന് മുകളിലേക്കും ഇങ്ങനെ മുഴുവനായിട്ട് നിങ്ങൾ ഈച്ച് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് വായിക്കുക. ഇത് എന്തിനെ പറ്റിയുള്ള പാസേജ് ആണ്, അത് വായിക്കുന്ന സമയത്ത് അതിൽ ഓരോ കീ വേർഡ്സ് നിങ്ങൾ നോക്കി നോക്കി പോവുക. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലും കീ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ നോക്കി പോയിട്ട് വേണം നിങ്ങളത് ആൻസർ ചെയ്യാനായിട്ട്. ആ പാസേജുമായി ബന്ധപ്പെട്ട് പാസേജിൽ തന്നെ ഉത്തരങ്ങളുള്ള സെന്റൻസസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് തന്നിട്ട് അതുമായി സിമിലർ ആയിട്ടുള്ള വേർഡ് ഏതാ ആ പാസേജിലുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാ ഉള്ളത്, സിനോണിം ഏതാ, ആന്റോണിം ഏതാ, അങ്ങനെയൊക്കെ പറഞ്ഞ് പാസേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ പാസേജ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഓരോ കീവേഡ്സ് വെച്ച് വളരെ കീനായിട്ടുള്ള രീതിയിൽ ടോപ്പ് ടു ബോട്ടം ഫുൾ ആ ഒരു പാസേജ് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പ്രിപ്പോസിഷൻസ് ഓരോ സെന്റൻസ് വന്നിട്ട് അവിടെ പ്രിപ്പോസിഷൻസ് ആണ് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ടൈം അനുസരിച്ചും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചൊക്കെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുന്നത്. പ്ലേസ് അനുസരിച്ച് വെക്കാം. അപ്പോൾ ഇന്നാണോ, ഇന്നാണോ, ഓർ, ഫോർ ആണോ, അക്രോസ് ആണോ, ബിസൈഡ് ആണോ, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അത് നമുക്ക് ക്ലാസ് എടുക്കാം. ഇനി അടുത്തത് സ്പോട്ട് ഇറർ അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് പാർട്ട് ഇൻ ദ സെന്റൻസ്. അതായത് ഒരു സെന്റൻസ് വന്നിട്ട് അതിൽ എവിടെയോ തെറ്റുണ്ടാകും അല്ലെങ്കിൽ ഇറർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. അതിൽ എന്താണ് ആ ഇറർ കണ്ടുപിടിക്കുക. അപ്പൊ ഓപ്ഷൻസിൽ ഉണ്ടാവും ഇറർ ഏതാണ്, അല്ലെങ്കിൽ നോ ഇറർ എന്ന് പറഞ്ഞുകൊണ്ടും ഉണ്ടാകും. അപ്പൊ എന്താണ് ആ ഇറർ എന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ തന്നതിൽ എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, തെറ്റായ പാർട്ട് എന്ന് കണ്ടുപിടിക്കാൻ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും. അതിൽ തിരഞ്ഞെടുത്ത് എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാറുണ്ട്. കുറച്ച് സെന്റൻസസ്, ഓരോ സെന്റൻസസ് വന്നിട്ട് ആ സെന്റൻസസിൽ അവിടെ ഫിൽ ചെയ്തിട്ടുണ്ടാവും, ആ ഒരു പോർഷൻ വിട്ടിട്ടുണ്ടാകും. അവിടെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചായിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ കുറെ വേർഡ്സ് കാണും. അപ്പൊ അതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്, ആ സെന്റൻസിന് അനുയോജ്യമായ വേർഡ് ഏതാണ് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഫിക്സ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റൈറ്റ് വേർഡ്സുമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടാവുക. ഇനി അടുത്ത് 1 word സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഇപ്പൊ നമ്മൾ കോയിൻ കളക്ഷൻ പറയുന്ന ഒരു പേരുണ്ട്, അല്ലെങ്കിൽ പോളിഗമി എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൽ കൂടുതൽ വൈഫ് ഉള്ളതിന്, മോർ ദാൻ 1 സ്പൗസ് ഉള്ള ഒരു സിറ്റുവേഷന് നമ്മൾ ഇതിനെ അത് അത്രയും വലിച്ചു നീട്ടി പറയണ്ട. അപ്പൊ അതിനെന്ത് നമുക്ക് പറയാം, പോളിഗമി എന്ന് പറയാം. ഒരൊറ്റ ഒരു പാർട്ട്ണറേ ഉള്ളൂ, 1 സ്പൗസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ മോണോഗമി എന്നാണ്. ഒന്നിൽ കൂടുതൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോളിഗമിയാണ്, ഒന്നേ ഉള്ളൂ എങ്കിൽ മോണോഗമിയാണ്. ഇപ്പൊ നമ്മൾ ഈ നമ്മൾ പറയാം പല്ല് നോക്കുന്ന ഡോക്ടർ, അല്ലെങ്കിൽ ഈ പറയുന്ന ടീത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ ഡെന്റിസ്റ്റ് എന്ന് പറയും. നമ്മൾ അത്രയും വിശദീകരിച്ച് പറയേണ്ട, ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഓരോന്നിനും പറയുന്ന 1 word സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പൊ ഓരോ സെന്റൻസസ് അല്ലെങ്കിൽ ആ ഒരു നേച്ചർ അവർ തന്നിട്ട് ഇതിന് പറയാവുന്ന 1 word ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഇനി ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതായത് ഓരോരോ സിറ്റുവേഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇഡിയം തരുക. ആ ഇഡിയം തന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രേസ് തന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മീനിങ് എന്താ. ഇപ്പൊ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്, ഫ്രീ ആസ് എ ബേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ, ഒരു ബേർഡിനെ പോലെ ഫ്രീ ആണ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ ഫ്രീ ആ, എനിക്കിപ്പോ എന്താ എവിടെ വേണമെങ്കിലും പറന്ന് നടക്കാം, എനിക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഞാൻ
ഒരു കാര്യങ്ങൾ വഴിയായിട്ടും ബൗണ്ട് അല്ല, നിർബന്ധരല്ല, എനിക്ക് ഫ്രീ ആണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതാണ് ഒരു ഫ്രീ ആസ് എ ബേർഡ് എന്ന് പറയുന്ന സെന്റൻസ് വഴിയായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അറ്റ് ഹോം എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥം? ഞാൻ കംഫർട്ടബിൾ ഫീലിംഗിലാണ് എന്നാണ്. അപ്പൊ ആ ഓരോ ഇഡിയോംസിന്റെ മീനിങ് എന്താണ് അങ്ങനെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാവുന്നത്. അടുത്തത് സിനോണിംസ്, ആന്റോണിംസ്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ട് ഇഡിയംസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ക്ലാസ് എടുക്കാം. ഇനി സിനോണിംസ് ആന്റോണിംസ് എന്താ? സിനോണിംസ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള വേർഡ്സ്, അതായത് നിയർ ബൈ ആയിട്ടുള്ള, ഇതുമായി താരതമ്യപ്പെടുത്താവുന്ന പര്യായ പദങ്ങൾ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ അടുത്ത് വരാവുന്ന സെന്റൻസ്. ഇപ്പൊ ബിഗിന്റെ സിനോണിം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് ലാർജ് എന്നുള്ള രീതിയിൽ. ബിഗും ലാർജും സെയിം ഇതല്ലേ, നിയർ ആയിട്ടുള്ള ഇത് തന്നെയല്ലേ. നെഗറ്റീവ് എടുക്കരുത്, അതിന്റെ സെയിം ആയിട്ടുള്ള പോസിറ്റീവ് മീനിങ്ങിലുള്ള സാധനം തന്നെ എടുക്കാം. ഇനി ആന്റോണിം എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിപ്പോ തന്നിരിക്കുന്ന പോസിറ്റീവ് വേർഡ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് വേർഷൻ ആലോചിക്കുക. ഇപ്പൊ ബിഗ് ആണ് എങ്കിൽ ബിഗിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്മോൾ ആയിരിക്കും അതിന്റെ ആന്റോണിം വരിക. അപ്പൊ അതുപോലെയാണ് ഓരോ വേർഡ്സ് വന്നിട്ട് അതിന്റെ സിനോണിംസും ആന്റോണിംസും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള പാർട്ട് തന്നെയാണ് കേട്ടോ. ഇനി ആർട്ടിക്കിൾസിൽ നിന്ന് ചോദിക്കാറുണ്ട്. എ, ആൻ, ദ ഒക്കെ തന്നിട്ട് ഇതിൽ ഏതാണ്, ഓരോ സെന്റൻസ് തന്നിട്ട് അവിടെ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ജനറൽ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അതോടൊപ്പം തന്നെ ടെൻസസിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ്, ഒരു സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ട് എന്താണ് അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വരാറുണ്ട്. ആഡ്വേർബ്, സബ്ജക്ട് വേർബ്, അതുപോലെ തന്നെ പ്രോണൗൺ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 10th-ലും 9th-ലും 8th-ലും ഒക്കെ പഠിച്ച ജനറൽ ആയിട്ടുള്ള ഗ്രാമർ ഉണ്ടാവും. നമ്മളൊക്കെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള ജനറൽ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ഈ ഫ്രേസസും ഇഡിയംസ് ഒക്കെ കൂടുതലും ചിലപ്പോൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ളത്, എപ്പോഴും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടും ഒക്കെ, പോളിഗമി മോണോഗമി ഒക്കെ നമ്മൾ ലോ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് കുറച്ചും കൂടി ചോദിക്കാം. പക്ഷെ ജനറൽ ആയിട്ടുള്ള ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചതും ഒക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഗ്രാമറിന്റെ ഏതെങ്കിലും ബുക്കുകളൊക്കെ കാണുമായിരിക്കും. ഈ ഒരു റെൻ ആൻഡ് മാർട്ടിന്റെ ഒക്കെ ബുക്കൊക്കെ വളരെ നല്ല ബുക്കാണ്, ഒരു റെഡ് കളർ ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സ്കൂളുകളിലൊക്കെ പഠിച്ചപ്പോൾ റെൻ ആൻഡ് മാർട്ടിന്റെ ബുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ LLBക്ക് ഒക്കെ ഇംഗ്ലീഷ് ഉള്ള സമയത്തും റെൻ ആൻഡ് മാർട്ടിന്റെ ബുക്കൊക്കെ വെച്ചിട്ടാണ് പഠിക്കാറ്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ PSCയുടെ ബുക്കോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഈ ഗ്രാമറിന്റെ ഒരു നല്ലൊരു ഗൈഡ് ഉണ്ടാവുക. ഇപ്പൊ അങ്ങനെ ടാലന്റിന്റെ ഒക്കെ ഗൈഡൊക്കെ നല്ലത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഗൈഡ് യൂസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറെ മെറ്റീരിയൽസ് ഓൺലൈൻ വഴിയായിട്ട് കിട്ടുന്നതാണ്. ഈ ഓരോന്നും അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബേസ്ഡ് ആയിട്ടുള്ള PDF-കൾ കിട്ടും. അപ്പൊ നിങ്ങൾ സിമിലർ ആയിട്ടുള്ള PDF വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഫോറിൻ ടേംസുകൾ, അതായത് അതിന്റെ എക്സാമ്പിളാണ് പ്രിമാഫേഷ്യ അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ്, ഇങ്ങനെയൊക്കെയുള്ള ഫോറിൻ ടേംസ് എന്താണ്, അതിന്റെ മീനിങ്സ് എന്താണ്? പ്രിമാഫേഷ്യ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പ്രൈം എവിഡന്റ് ആയിട്ട് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അത് മനസ്സിലായി. അപ്പൊ ആ ഒരു ഇതാണ് പ്രിമാഫേഷ്യ എന്ന് പറയുന്നതിന്റെ മീനിങ്. ഞാൻ IPC ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞത് പ്രിമാഫേഷ്യ അത് വാല്യൂ ആണ് അല്ലെങ്കിൽ അത് എവിഡന്റ് ആണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഫോറിൻ ടേംസ് തന്നിട്ട് അതിന്റെ മീനിങ്. പിന്നെ സ്പെല്ലിങ്ങുകൾ, അതായത് സ്പെല്ലിംഗ് കറക്റ്റ് അല്ലാതെ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് തെറ്റായിട്ടുള്ള രീതിയിൽ വന്നിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഏതാ എന്നുള്ള രീതിയിൽ സ്പെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഫ്രേസൽ വെർബ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ, പിന്നെ അതോടൊപ്പം തന്നെ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുക, അതായത് ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് സെന്റൻസസ് തന്നിട്ട് അറേഞ്ച് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ ജംബിൾഡ് ആയിട്ടുള്ള സെന്റൻസ്, അതായത് ജംബിൾഡ് സെന്റൻസ് മീൻസ് 3-4 സെന്റൻസസ് വരാം. ആ 3-4 സെന്റൻസസ് തന്നിട്ട് അത് കറക്റ്റ് ഓർഡറിലായിരിക്കില്ല. അപ്പൊ നിങ്ങൾ അതിൽ ആദ്യം ഫസ്റ്റ് ഓർഡറിൽ വരുന്ന സെന്റൻസ്, അതായത് ആദ്യത്തെ സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് തുടക്കം ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അപ്പൊ 4 സെന്റൻസസ് ഇങ്ങനെ ജംബിൾഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അതായത് 1, 2, 3 അങ്ങനെ 4 സെന്റൻസ് തന്നിട്ടുണ്ടാവും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആദ്യം ഉള്ളത് ഏതാണോ, തുടക്കം ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് ആ സെന്റൻസ് ജംബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് പാർട്ടിൽ നിന്ന് ചോദിക്കാറ്. 36 ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് പാർട്ടിൽ നിന്നും പുതിയ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് വരുന്നത്. 108 മാർക്കാണ്. 36 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ 3 മാർക്ക് വെച്ച് വരുമ്പോൾ 108 മാർക്സ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയുമെങ്കിലും ഇംഗ്ലീഷ് പാർട്ടിൽ സ്കിപ്പ് ചെയ്യാതെ നോക്കി പോകേണ്ട പോർഷൻസ് ആണ്. അപ്പോൾ ഓരോ പോർഷൻസും വെച്ച് നമ്മൾ അടുത്ത ക്ലാസ്സസിൽ എടുക്കുന്നതായിരിക്കും. ഡോണ്ട് വറി, നിങ്ങൾ ടെൻഷൻ ആവേണ്ട, കൂളായിട്ട് ഇരുന്ന് പഠിച്ചാൽ മതി. എനിക്ക് പിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി പേടിയാവുന്നു, ടെൻഷൻ ആവുന്നു, എങ്ങനെ പഠിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഒട്ടും ടെൻഷൻ ആവേണ്ട. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കിക്കൊള്ളുക. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം.